എൻ്റെ അടുക്കള മുറ്റത്തെ തക്കാളി, ചീര അങ്ങനെ കുറച്ച് സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന്. ഈ തക്കാളി നിങ്ങൾ കണ്ടോ, ഇത്രയും കാച്ച് നിൽക്കുന്നത്. ഇന്ന് വലിയ വളമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് ഒന്ന് നട്ട് അത്ര ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇത് ഇഷ്ടംപോലെ കാച്ചിട്ടുണ്ട്. ഒരു എണ്ണി നോക്കിയാൽ ഒരു 50-60 എണ്ണം വരെ ഞാൻ എണ്ണിയിട്ടുണ്ട്. പക്ഷേ ബാക്കി കുനുകുനോ കാച്ച് നിൽക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാച്ച് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇത് ഒരു തക്കാളി കായ്ക്കുമെന്ന്. ഇത്രയും കാച്ച് നമ്മൾ അടുത്തുള്ള ഒരു പിന്നെ നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങി നട്ടതാണ്. അവരുടെ വേറെ വിത്തുകൾ ഞാൻ വാങ്ങി നട്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. ഈ തക്കാളിയിൽ ഇത്രയും കാച്ചത് എനിക്ക് ഒരു അതിശയം തോന്നുന്നുണ്ട്. ഇഷ്ടംപോലെ കാച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വലിയ വളമൊന്നും കൊടുക്കാറില്ല. നമ്മളെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം, അടുക്കള വേസ്റ്റ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുള്ളൂ. പിന്നെ മൂട് ഇങ്ങനെ വളർന്നു വരുന്തോറും മൂട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അതിന് ഈ മണ്ണ് കൂട്ടി കൊടുക്കണം. ഈ മണ്ണ് എത്രത്തോളം കൂട്ടി കൊടുക്കുന്നോ ഇതിന് നല്ല വളർച്ചയും കായ്ഫലം ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ക്യാബേജാണ്. ഇത് നല്ല ഹെഡ് വന്നിട്ടുണ്ട്. അതും നല്ല വളർച്ചയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് നട്ട് ഒരു 3-4 മൂട് നട്ടിട്ടുണ്ട്. പക്ഷെ അതിലും ഹെഡ് വന്നിട്ടുണ്ട്. വരാൻ പോകുന്നുണ്ട്. അത് വന്ന് തുടങ്ങി. ഇത് അത്രയും ആയില്ല. ഇവിടെയും 1-2 എണ്ണം നട്ടിട്ടുണ്ട്. അതും അത്രത്തോളം വലുതായില്ല. മൈപ്പീലി ചീര എന്ന് പറയും. ഇതിൻ്റെയൊക്കെ ഭംഗി കണ്ട് നട്ടതാണ് ഞാൻ. പല വെറൈറ്റിയിലുള്ള ചീരകൾ ഞാൻ അങ്ങനെ നട്ട് നോക്കിയതാണ്. ചീര ഇങ്ങനെ പൊടിച്ച് തഴച്ച് വളർന്ന് നിൽക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നട്ടത്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സുന്ദരി ചീര. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കാണാൻ. അതിൻ്റെ പച്ച ഇലയും ഇങ്ങനെ അതിൻ്റെ തണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണ്, റോസ് കളറിൽ. അത് കുറച്ചുകൂടെ നട്ടിട്ടുണ്ട്. മാറിയിട്ട് ഒത്തിരി അധികം സുന്ദരി ചീര നട്ടിട്ടുണ്ട് ഞാൻ. ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതിങ്ങനെ പൊടിച്ചിങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കണ കാണാൻ. ഇത് കണ്ടിട്ട് പലരും ചോദിച്ചത് ബീറ്റ്റൂട്ടാണോ നിൽക്കണമെന്ന്. കാണുമ്പോൾ അതേപോലെ തോന്നും. അതിൻ്റെ തണ്ട് കാണാൻ എന്ത് രസമാണെന്നറിയാമോ. ഈ ചീരകളെല്ലാം ഞാൻ സീഡ് ബാങ്കിൽ നിന്നാണ് വാങ്ങിക്കണത്. അതിലൊരു കൃഷ്ണദാസ് എന്നൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ എല്ലാ സീഡും വാങ്ങിക്കുന്നത്. പക്ഷെ അത് നല്ല റിസൾട്ട്, നല്ല ഗ്രോത്താണ് അതിന്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് വിത്ത് വർഗ്ഗങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം എനിക്ക് നല്ല വളർച്ചയിൽ കിട്ടിയിട്ടുമുണ്ട്, കായ്ഫലവും കിട്ടിയിട്ടുണ്ട്. അതിന് തണ്ടൊക്കെ നല്ല നിറം കണ്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഷെയർ ചെയ്തേക്കണേ.